ഒന്നാമത് രാഹുൽ ഗാന്ധി പറയുന്ന പല കാര്യങ്ങളും അതാത് മുഖ്യമന്ത്രിമാരും പ്രാദേശികമായുള്ള കോൺഗ്രസ് നേതാക്കളൊന്നും അനുസരിക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത. കാരണം അവർ വളരെ ലാഘവത്തോടെയാണ് രാഹുൽ ഗാന്ധിയുടെ നയങ്ങളെയും രാഹുൽ ഗാന്ധിയുടെ ഇത്തരം വാചാടോപങ്ങളെയൊക്കെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിത നയം എന്നുള്ള രീതിയിൽ പറയുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന സംസ്ഥാനങ്ങളൊന്നും നടപ്പാക്കുന്നില്ല. കോൺഗ്രസ് ആകെ 4 സംസ്ഥാനങ്ങളാണ് ഭരിക്കുന്നത്. ഈ 4 സംസ്ഥാനങ്ങളിൽ പോലും രാഹുൽ ഗാന്ധിയുടെ നയങ്ങൾ നടപ്പാക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു വസ്തുത. അതിപ്പോൾ അദാനിയുടെ കാര്യമാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അദാനിയെക്കുറിച്ച് എപ്പോഴും വിമർശനം നടത്തുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യ അദാനിക്ക് വിറ്റു, മോദിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ഇതൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ മുഖ്യമന്ത്രിമാർ, അതിപ്പോൾ തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി ആണെങ്കിലും കർണാടകയിലെ DK ശിവകുമാർ ആണെങ്കിലും കേരളത്തിലെ VD സതീശനാണെങ്കിലും ഇവരെല്ലാം അദാനിയായിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. അദാനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്, മുഖ്യമന്ത്രിമാരാണ്. അദാനിയുടെ കൊടിയാണ് കഴിഞ്ഞ ദിവസം സതീശൻ ഉയർത്തിയത്. പിന്നെ DK ശിവകുമാർ ആണെങ്കിൽ ഗൗതം അദാനിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. രേവന്ത് റെഡ്ഡി ഓൾറെഡി നല്ല ബന്ധത്തിലാണ്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് തെലങ്കാനയിൽ അദാനി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് നിന്ന് ഇത്തരം നയങ്ങളൊക്കെ പറയുന്നു, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. അതിന് നേർ വിപരീതമായിട്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അതായത് സ്വന്തം പാർട്ടിയിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങൾക്കും രാഹുൽ ഗാന്ധിയുടെ ആ ഒരു വാദമുഖങ്ങൾക്കൊന്നും വിലയില്ല എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി